ഹായ് എവറി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് ഇട്ട് സെക്കൻഡ് മൊഡ്യൂൾ ഇട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാലോ. സ്ട്രാറ്റജി പറഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ ഇതിന് മുന്നിൽ നമ്മൾ പറഞ്ഞതാണ്. സോ ഈ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് വന്നിട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ സക്സസിന് വേണ്ടി ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാണ് എന്നുള്ളതാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി. ഇതിൽ കോമ്പറ്റീഷൻ ഒന്നുമല്ല, ഒരു പെർട്ടിക്കുലർ ബിസിനസ് വന്നിട്ട് എന്താണ് ചെയ്യണേ എന്നുള്ളതാണ് ഈ ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ വരുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിന്റെ ടൈപ്സ് ആണ്. എന്തൊക്കെ ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് ടൈപ്സ് ആണ് വരുന്നതെന്ന് വെച്ചാൽ 3 എണ്ണമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ആദ്യത്തെ വരുന്നത് പോർട്ടേഴ്സ് ജെൻറിക് മോഡൽ എന്നുള്ളതാണ്, അതായത് ജെൻറിക് സ്ട്രാറ്റജി എന്നുള്ളതാണ്. സോ ഈ ജെൻറിക് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വന്ന ഒരു അപ്രോച്ചസ് ആണ് ഈ ജെൻറിക് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നതാണ് ഈ ജെൻറിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജെൻറിക് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കൊണ്ടുവന്നത് പോർട്ടേഴ്സ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൽ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ, അതിൽ നമ്മൾ കോസ്റ്റ് ഫോക്കസ് ആണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് വരുന്നത് ഫോക്കസ് എന്നുള്ളത് മാത്രമാണ്. ദെൻ തേർഡ് വരുന്ന ആ ഡിഫറൻസിയേഷൻ നമുക്ക് വരുന്നില്ല. ഓക്കെ, ഈ 3 എണ്ണമാണ് ഈ ആദ്യത്തെ ഇതിൽ വരുന്നത്. സോ അതിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെയും പറയുന്നത്. നമ്മുടെ ബിസിനസ് എങ്ങനെയൊക്കെയാണ് ഒരു സെഗ്മെന്റിലൂടെ കൊണ്ടുപോകുന്നത്, അതിന്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ളത് സെയിം ആണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ അപ്രോച്ചസ് ആണ് മില്ലിസ് ആൻഡ് സ്നോസ് അഡോപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മില്ലിസ് ആൻഡ് സ്നോസ് അഡോപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ എൻവറോൺമെന്റ് ഫാക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യും എന്നുള്ളത്. എൻവറോൺമെന്റൽ ഫാക്ടേഴ്സോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സോ എക്കണോമിക് ഫാക്ടേഴ്സോ എന്തുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിസിനസ് എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. സോ എന്തൊക്കെ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യുന്നത്, അതിലൂടെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മുടെ ബിസിനസ് ഫേസ് ചെയ്യാനായിട്ട് വരുന്നത് എന്നുള്ള അപ്രോച്ചസ് ആണ് ഈ മില്ലിയസ് ആൻഡ് സ്നോസ് അഡോപ്ഷൻ. അതായത് ഒരു ബിസിനസ് ലെവൽ വന്നിട്ട് 4 വ്യക്തികളെ ആയിട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, ലൈക്ക് ഡിഫൻഡർ, പ്രോസ്പെക്ടർ, അനലൈസർ ആൻഡ് റിയാക്ടർ എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഇതിൽ വന്നിട്ട് ആദ്യം വരുന്നതാണ് ദ ഡിഫൻസീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിഫൻസീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിഫൻസ് എന്ന് പറയുമ്പോൾ റിസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ബിസിനസ്സിന് വരുന്ന ഒരു ചാലഞ്ചസ്, എൻവറോൺമെന്റിൽ വരുന്ന എക്സ്റ്റേണലി വരുന്ന ചാലഞ്ചസ് ആണല്ലോ ഇതൊക്കെ. സോ ഇതിന് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് റിസ്ട്രിക്ട് ചെയ്ത് നിർത്തുക, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിനെ വന്നിട്ട് ഇത് കൂടുതൽ ഒരു ഡിസഡ്വാൻറ്റേജസിലോട്ട് പോവാതെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഡിഫൻസീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ പറയുന്നതാണ് ഡിഫൻഡർ എന്നാണ് ആ പേഴ്സണെ നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയാലും കോമ്പറ്റീഷൻ മാർക്കറ്റ് ആയാലും എന്ത് കാര്യങ്ങളായാലും എങ്ങനെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് ഡിഫൻസീവ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ദെൻ നമ്മളുടെ പ്രോസ്പെക്ടർ സ്ട്രാറ്റജിയാണ്. സോ പ്രോസ്പെക്ടർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് പ്രോസ്പെക്ടർ ആണ്. അതായത് നമ്മുടെ എൻവറോൺമെന്റിൽ വരുന്ന ഇപ്പൊ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ന്യൂ മാർക്കറ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിലും എന്തൊക്കെ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത്, നമ്മളുടെ എൻവറോൺമെന്റൽ ചേഞ്ചസോ മാർക്കറ്റ് ചേഞ്ചസോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൈസിംഗ് ലെവൽ ചേഞ്ചസോ എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ പ്രോസ്പെക്ടർ എന്ന് പറയുന്നത്. ഈ പ്രോസ്പെക്ടർ ആണ് നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ മൂന്നാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് അനലൈസർ സ്ട്രാറ്റജിയാണ്. അനലൈസർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളുടെ ഡിഫൻസറും അതേപോലെ തന്നെ നമ്മളുടെ പ്രോസ്പെക്ടറും കണ്ടുപിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതാണ് ഈ അനലൈസർ എന്ന് പറയുന്നത്. ഇവർ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ, ഇവരെ നോട്ട് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ അനലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ കസ്റ്റമേഴ്സിൽ വന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ദെൻ നമ്മളുടെ നാലാമത്തെ പേഴ്സൺ ആണ് റിയാക്ടർ എന്ന് പറയുന്നത്. സോ ഈ റിയാക്ടർ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ സ്ട്രാറ്റജീസിലൂടെ ഇതുപോലെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവർ കണ്ടുപിടിച്ചതിലൂടെ റിയാക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻ വന്നിട്ട് നമ്മൾ ഒരു 100 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പ്രോബ്ലം വരും, അല്ലെങ്കിൽ ഇത്രത്തോളം നമുക്ക് ലോസ് ആണ്, പ്രോഫിറ്റ് ആണ് എന്നുള്ള റിയാക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ റിയാക്ടർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാല്ലേ. ഓക്കെ, നമ്മുടെ ഒരു ബിസിനസ് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ തുടക്കം മുതൽ
ലാസ്റ്റ് വരെ വരുന്നതാണ് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ഗ്രോത്ത്, അതിന്റെ മെച്യൂരിറ്റി, അതേപോലെ തന്നെ ലോസോ പ്രോഫിറ്റോ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ അതിനെയൊക്കെ കുറിച്ച് നമ്മൾ അറിയുന്നതാണ് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് വന്നിട്ട് എന്തൊക്കെ സ്റ്റേജിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. 4 സ്റ്റേജ് ആണ് ഉള്ളത് അല്ലെ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, ദെൻ ഡിക്ലൈൻ. ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാം അല്ലെ. സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വന്നിട്ട് കുറഞ്ഞ പ്രൈസസേ നമുക്ക് ഈടാക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. കുറഞ്ഞ പ്രൈസസേ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് അല്ലെ, കുറഞ്ഞ പ്രൈസ്. അതേപോലെ തന്നെ നമ്മുടെ അഡ്വർടൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് കൂടുതൽ പൈസയൊന്നും നമ്മൾ ചെലവാക്കാറില്ല അല്ലെ. ദെൻ നമ്മളുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ആണ്. ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസിങ് വരും, നമ്മളുടെ പ്രോഫിറ്റ് കൂടും, അതേപോലെ തന്നെ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വരും എന്നുള്ളതൊക്കെയാണ് ഈ ഗ്രോത്ത്. ദെൻ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നാൽ ഓക്കെ എന്നുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ്. ഈ സ്റ്റേജിലാണ് നമ്മളുടെ എന്ത് ചെയ്യുക, ചില ഓർഗനൈസേഷൻസ് നമ്മളുടെ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഈ മെച്യൂരിറ്റി സ്റ്റേജിലാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ദെൻ ഇതിന് ശേഷം ചില പ്രൊഡക്റ്റ് വന്നിട്ട് ഇംപ്രൂവ് ചെയ്ത് പോകും, ചില പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്ത്, അതായത് അതിനുശേഷം ആ പ്രൊഡക്റ്റ് വന്നിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലോട്ട് മൊത്തം ലോസ് ആയി പോകുന്ന സ്റ്റേജ് ആണ് ഈ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ബിസിനസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഓവറോൾ ആയിട്ട് പറഞ്ഞു പോകുന്നതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇതിന് മുന്നിൽ നമ്മൾ പഠിച്ചതാണ് നമ്മളുടെ ഫാക്ടേഴ്സ് ആണ്. ലൈക്ക് നമ്മുടെ മാക്രോ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇല്ലേ, മാക്രോ എൻവയോൺമെന്റ്, അതിൽ മൈക്രോ എൻവയോൺമെന്റ്, അതിൽ വരുന്ന പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് എന്നുള്ളതൊക്കെയാണ്, ടെക്നോളജിക്കൽ എന്നുള്ളതൊക്കെ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഗ്ലോബലി പോകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് വരുന്നത്. നമുക്കറിയാം എന്തുകൊണ്ട് ഒരു കമ്പനി വന്നിട്ട് ഗ്ലോബലി ഇംപ്രൂവ് ആകണം എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി വന്നിട്ട് UK നമ്മൾ നടത്തണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കുറെ പൈസ കിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ കമ്പനിനെ കുറിച്ച് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതൊക്കെ കൊണ്ടാണല്ലോ. സോ അതാണ് നമ്മളുടെ വൈ കമ്പനി വാണ്ട്സ് ടു ഗ്ലോബൽ എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ എഴുതാനേ ഉള്ളൂ. അതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.